നമസ്കാരം. തത്വമി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തപസ്വിയുടെ ജില്ലാ പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനുമൊക്കെയായ ശ്രീ കെ വി രാജേന്ദ്രനാണ്. സ്വാഗതം ചെയ്യും. നമസ്കാരം. ചേട്ടാ, നമ്മൾക്ക് ഇപ്പോൾ പ്രധാനമായും TCS സംഭവം ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ മന്തി വിളമ്പിയ ഒരു ഡിസൈൻ പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ SDP പോലുള്ള ഒരു ഭീകരവാദ സംഘടനയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഗൗരവമുള്ളതല്ല. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇനി തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മത്സര രംഗത്തുള്ളത്. ഇവിടെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുന്നു. മറുഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ ഒരു ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അവർ SDP തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പല മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഇങ്ങനെയൊരു ചിത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതത്തിൽ ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഭീകരവാദങ്ങൾ പല രീതിയിലുണ്ട്. ഇപ്പോൾ TCSനെ ധാരാളം വർഷം TCSനെ ഈ രീതിയിൽ അടക്കി ഭരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും മറയാക്കിയും മറ്റ് പല രീതിയിലൊരു മാരീചന്മാരെ പോലെയും ഉള്ള ഒരു ഭീകരവാദ സംഘങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം? ഇത് താങ്കൾ പറഞ്ഞ മാതിരി കേരളത്തിൽ മാത്രമുള്ള വിഷയമല്ല, ഭാരതത്തിലും മാത്രമുള്ള വിഷയമല്ല. ഇത് ഒരു ലോകവ്യാപകമായി ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു ജിഹാദാണ്. നമ്മളതിന് ലാൻഡ് ജിഹാദ് എന്ന് കുറച്ച് സ്ഥലത്ത് വിളിച്ചിരുന്നു, ചില സ്ഥലങ്ങളിൽ ലവ് ജിഹാദാണ്. ഇപ്പോൾ അത് കോർപ്പറേറ്റ് ജിഹാദായിട്ട് മാറി. പല രംഗങ്ങളിലും ഈ ജിഹാദ് നടപ്പിലാക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് കോളർ ജിഹാദ് നമ്മൾ പല നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഈ TCS പോലെയുള്ള കമ്പനിയിൽ, ടാറ്റ കൺസൾട്ടൻസി സർവീസ് പോലെയുള്ള ഒരു വലിയ കമ്പനിയിൽ ഇത് നടക്കുന്നു? അപ്പോൾ അവിടെ പ്ലാൻ ചെയ്ത് ഇത്തരത്തിലുള്ള ആളുകളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് അയച്ചവരുണ്ട് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ. നിദ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഇതിൻ്റെ HR മാനേജറായിട്ട് വന്നതിന് പിന്നിൽ ഒരുപക്ഷെ അത്തരം കരങ്ങളുണ്ടാവാം. ഇത്തരം കോർപ്പറേറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മതം മാറ്റാനുള്ള വലിയ ഭീകരമായ ഒരു പ്രവർത്തന ശൃംഖല ഇവിടെ ഇടയിലുണ്ട്. ഇത് കോർപ്പറേറ്റ് ഏരിയയിൽ മാത്രമല്ല, കുറച്ചു മുമ്പ് കേരളത്തിൽ നടന്ന മറ്റൊരു മതം മാറ്റം ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ മതം മാറ്റം. മാധവിക്കുട്ടി മതം മാറ്റി ആരെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം കേരളത്തിൽ നമുക്ക് കിട്ടുന്നു. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ശതകോടികളാണ് ആ മതം മാറ്റത്തിൻ്റെ പിന്നിലൂടെ കേരളത്തിലേക്ക് ഒഴുകിയത് എന്ന് പിന്നീട് AP അബ്ദുൽ റഹ്മാനെ പോലെയുള്ള ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തെളിവുള്ളതാണത്. അവർ ഇവിടെ വെച്ച് ഒരു മതം മാറ്റി, ഇവിടെ വെച്ച് ആഘോഷിക്കപ്പെട്ടു, ആരാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നൊക്കെ വന്നു. അപ്പോൾ ഇതൊരു വലിയ തീവ്രവാദ അജണ്ടയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ചേർത്തല ഒരു ഹോട്ടലിൽ വിഷുദിനത്തിൽ ഭഗവാന്റെ കൃഷ്ണൻ്റെ പടം മുമ്പിൽ വെച്ചിട്ട്, കൃഷ്ണൻ്റെ പ്രതി മുമ്പിൽ വെച്ചിട്ട് കൊതിയോടുകൂടി ഈ മന്തിയിലേക്ക് നോക്കിയിരിക്കുന്ന കൃഷ്ണൻ. ഞാൻ ചോദിക്കട്ടെ, ഇത് മറ്റേതെങ്കിലും സമുദായം അല്ലാഹു ഇങ്ങനെ കൊതിയൂറുന്ന ഒരു പന്നി മാംസത്തിലേക്ക് നോക്കിയിരിക്കുന്ന ചിത്രം അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും വന്നിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ ഇതിനെ കേരളത്തിലെ പോലീസും ഭരണകൂടവും ലഘൂകരിച്ചു കാണുകയാണ്. ഹിന്ദുവിൻ്റെ മേൽ നടക്കുന്ന ഏകപക്ഷീയമായി ഹത്യ, ഇത്തരം ശ്രമങ്ങളെ ഏകപക്ഷീയമായി ഇവർ തിരസ്കരിക്കുകയോ കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നതിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു ഏകദേശം 6 മാസത്തിന് മുമ്പാണല്ലോ ഗുരുവായൂരമ്പലത്തിൻ്റെ തുളസിത്തറയിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഗുഹ്യഭാഗത്തുള്ള രോമം പിഴുത് ഇങ്ങനെ ഇട്ടത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വാസ്തവത്തിൽ ഹിന്ദു സമൂഹം എത്ര കണ്ട് സംഘടിതരും ജാഗരൂകരും ആകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇത്തരം സംഭവങ്ങളെ പ്രതിരോധിക്കാൻ നമുക്കാവുന്നത്. ഹിന്ദു സമൂഹം ജാഗരൂകരായില്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പ്രതികരിക്കുക എന്ന് മാത്രമാണ് ഹിന്ദു സമൂഹത്തിന് ചെയ്യാനുള്ളത്. അതുവരെ ഹിന്ദു സമൂഹം നനഞ്ഞ പടക്കം പോലെ, പഴങ്കഞ്ഞിയുടെ സ്വഭാവം പോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ശബരിമല ആവർത്തിക്കപ്പെടും, TCS ആവർത്തിക്കപ്പെടും, ഗുരുവായൂർ ആവർത്തിക്കപ്പെടും, ചേർത്തല ആവർത്തിക്കപ്പെടും. ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഹിന്ദു സമൂഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ സഹിച്ചും ക്ഷമിച്ചും പുറത്തും നമ്മുടെ മതേതരത്വ മുഖംമൂടിയെല്ലാം ഇങ്ങനെ അണിഞ്ഞ് ഇരുന്ന് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് ഹിന്ദു സംഘടനാ നേതാക്കന്മാരും
ഹിന്ദു സമൂഹവും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇത്തരം മുഖംമൂടി അണിഞ്ഞു വരുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിക്കുമ്പോൾ അവരിത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാംസ്കാരിക ബുദ്ധിജീവി ചമഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ നേരത്തെ അങ്ങനൊരു മേലങ്കി അണിഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിലൂടെ ഈ വിസിബിലിറ്റി ഉണ്ടാക്കുവാനും കാശുണ്ടാക്കാൻ വേണ്ടി ഏതറ്റം വരെയും തരം താഴുവാനും ഈ തന്ത്രി കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ഒരു ജന്തു ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് അങ്ങനെ മാത്രമേ അദ്ദേഹത്തെ സംസാരിക്കുവാനായിട്ടുള്ളൊരു ഒരു ഇതുണ്ടാകുന്നുള്ളൂ. കാരണം പേര് പറയുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. പേരിലൂടെ സൂചിപ്പിക്കുവാനായിട്ട് പേര് വഴിയെങ്കിലും അങ്ങനെ ഒരു വിസിബിലിറ്റി കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ചില ആൾക്കാർ ഇതിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. TCSൻ്റെ വിഷയത്തിൽ പോലും അങ്ങനെയൊന്നും, ഇത്രയധികം തെളിവുകളുള്ള ഇടത്ത് പോലും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു ആഖ്യാനവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ. ഇന്നലെയും കൂടി ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുഴുവനായും ഇതിനെ ഒരു വെളുപ്പിച്ചെടുക്കുന്ന ഒരു പക്ഷം അത് ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് പ്രത്യക്ഷമാകുന്നുണ്ട്. ഭീകരവാദികൾക്ക് കുടപിടിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടത് സാംസ്കാരിക വേദികളിൽ നിന്ന് പല ആൾക്കാരും ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണിത് പ്രതിരോധിക്കുക? ഇടത് തീവ്രവാദികളും ജിഹാദികളും തമ്മിലുള്ള കൂട്ടുകെട്ട് അത് ലോകവ്യാപകമായ ഒരു സത്യമാണ്. അത് ചൈനയുടെ ചെച്നിയാണെങ്കിലും ശരി, റഷ്യയിലാണെങ്കിലും ശരി, ലോകത്തെവിടെയാണ് അവരുടെ ബൊക്കോറം പോലെയുള്ള സംഘടനകളുടെ ചരിത്രം പരിശോധിച്ചാൽ, എല്ലായിടത്തും നടന്ന ഭീകരവാദ ജിഹാദി ആക്രമണങ്ങൾ പരിശോധിച്ചാലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും തമ്മിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ഒരു ഭീകരവാദത്തിൻ്റെ ശൃംഖല നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു ആളിൻ്റെ പേര്, തന്ത്രി കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, ഞാൻ ആ പേര് പറയുന്നൊരു തെറ്റൊന്നുമില്ല, രാഹുൽ ഈശ്വർ. അയാൾ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകൾ വിലക്കെടുത്ത ഒരാളാണ്. ഖാദിയ സംഭവത്തോടുകൂടി, അഖിലയുടെ വിഷയത്തോടുകൂടി നമ്മളത് കേരള സമൂഹം കണ്ടതാണ്. അഖിലയായി ജീവിച്ചിരുന്ന കുട്ടിയെ ഖാദിയാക്കി മാറ്റി ഇസ്ലാമിക ടെററിസ്റ്റുകളുടെ കയ്യിലെത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപ അതിന് പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 80 ലക്ഷം രൂപയാണ് അത്ര ആ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു വക്കീലിന് ഒരു ദിവസത്തെ സിറ്റിംഗ് ഫീസ് കൊടുത്തത്. അങ്ങനെ എത്രയോ ദിവസം കേസ് നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം ഫണ്ട് റൈസ് ചെയ്യുന്ന ആരാണ്? ഞാൻ പറഞ്ഞത്, ഏകപക്ഷീയമായ പ്രവർത്തനം നടക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ചെറിയ മീനല്ല, ഇതൊരു വൻ ശൃംഖലയുടെ ബാക്കിയാണ്. പാകിസ്ഥാൻ അടക്കമുള്ള ആഗോള ഭീകരവാദത്തിൻ്റെ ഉറവകൾ വറ്റാത്ത ഈ മതരാഷ്ട്രങ്ങൾ, വാസ്തവത്തിൽ അത് അവിടെ നിന്ന് തുടങ്ങി ഗൾഫ് മേഖലയിലുള്ള ചില രാഷ്ട്രങ്ങൾ വരെ ഇതിൻ്റെ പിറകിലുണ്ട്. ഇപ്പോൾ അതെ, തീർച്ചയായും. ഇത്തരത്തിൽ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ ഇന്നലെ സംഭവിച്ച മറ്റൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ടതല്ല, തീർച്ചയായിട്ടും ബന്ധപ്പെട്ടത് തന്നെയാണ്. കാരണം നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ഭീകരവാദം തന്നെയാണ്. ചെങ്കോട്ടയിൽ നടന്ന ഭീകരവാദത്തിൻ്റെ മറ്റൊരു മുഖം ഇന്നലെ ശ്രീനഗറിൽ പിടിക്കപ്പെട്ടിരുന്നു. ട്രൈഅസറ്റോൺ ടെട്രാപ്രോക്സൈഡ് എന്ന് പറയുന്ന വായുവുമായി സമ്പർക്കം വന്നാൽ തന്നെ ഭയാനകമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടക വസ്തു ഇന്നലെ ശ്രീനഗറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീനഗർ മാത്രമല്ല, പല പ്രദേശങ്ങളിൽ നിന്ന് ഈ അടുത്ത സമയങ്ങളിൽ കണ്ടെത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീനഗറിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് എത്തിക്കാൻ സാധ്യതയുണ്ടാകുന്നത് ഡോക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് വൈറ്റ് കോളർ ജിഹാദ് അത്രത്തോളം വീണ്ടും വേരോട്ടം നടത്തിയിരിക്കുന്നു. RDX പോലുള്ള അതിഭയാനകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഈ ട്രൈഅസറ്റോൺ ടെട്രാപ്രോക്സൈഡ് ലോക്കലി തന്നെ നിർമ്മിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരത്തരത്തിലുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഇത് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം കൊണ്ട്, ഇപ്പം നേരിട്ട് സ്ഫോടനത്തിലൂടെ ആൾക്കാരെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് കോളർ ജിഹാദിൻ്റെ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദത്തെ പുകമറയാക്കിക്കൊണ്ട് നിർദോഷം എന്ന് പറയുന്ന തരത്തിൽ ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ചേട്ടൻ നേരത്തെ മുൻ സൂചിപ്പിച്ചതുപോലെ ഈ തുളസിത്തറയിൽ മൂത്രമൊഴിച്ച വ്യക്തിക്ക് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞു തടിതപ്പാനാണ് നോക്കിയത്. ഇന്നലെ നമുക്ക് മാപ്പ് പറഞ്ഞ ഈ ഹോട്ടലിൻ്റെ ഉടമ പറഞ്ഞത്, ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഈ ഡിസൈൻ ഞങ്ങൾ മാറ്റിവെച്ച ഡിസൈനായിരുന്നു, എങ്ങനെയാണ് ഇത് പ്രത്യക്ഷപ്പെട്ടതെന്ന് അറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. ഇങ്ങനൊരു സമയത്ത് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്? ഒരു സ്ഥലത്ത് വൈറ്റ് കോളർ ജിഹാദ് ശക്തമായി നിൽക്കുന്നു, മറ്റു ഭാഗത്ത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജിഹാദി പ്രവർത്തനം പിന്നണിയിൽ നടക്കുന്നു. ഇസ്ലാം എവിടെയുണ്ടോ അവിടെയൊക്കെ ജിഹാദി പ്രവർത്തനം ഉണ്ടെന്നാണ് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജിഹാദ് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഇത് അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വസ്തുതയാണ്.
അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന കേരളത്തിലും ഭാരതത്തിലും നടക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങൾ അതിൻ്റെ കേന്ദ്രീകൃത ആശയമുണ്ട്, അതിൻ്റെ കേന്ദ്രീകൃത പിൻബലമുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്താൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കുമല്ലോ? പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അപ്പം ഭരണകൂടങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. ഇപ്പം ഇന്നലെ തന്നെ പാർലമെൻറ്റ് പരാജയപ്പെട്ട വനിതാ സംവരണ ബിൽ, Yes. ആ വനിതാ സംവരണ ബില്ലിൽ എതിർക്കപ്പെടേണ്ടത് ആരുടെ ദൗത്യമായിരുന്നു? മുസ്ലിം സംഘങ്ങളുടെ ദൗത്യമാണ്. കാരണം അവരാ മുസ്ലിം സ്ത്രീകളെ കാണുന്നത് പുരുഷന്മാരുടെ കൃഷിയുടെ ഒന്നാണ്. ഒവൈസി ഹൈദരാബാദിൽ നിന്ന് പറഞ്ഞത് അനാവശ്യമാണ്. ശരിക്കും ഒവൈസിയുടെ വാക്കുകളെ പിന്തുണയ്ക്കുകയല്ലേ കോൺഗ്രസും CPM അടക്കമുള്ള ഇന്ത്യ സഖ്യം ചെയ്തത്? നേരത്തെ ഷാബാനുവിൻ്റെ കേസ് പിന്തുണച്ചതുപോലെ. അതെ, ഷാബാനു കേസ് അതാണ്. പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നിട്ട് ഷാബാനു കേസിന് സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ച അതേ പാരമ്പര്യം തന്നെയാണ് ഇന്നലെ നമ്മുടെ സഹോദരിമാർ പൊതുരംഗത്തേക്ക് വരാനുള്ള അവരുടെ അവകാശം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശം 33% സംവരണം. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുന്ന ബില്ലായിരുന്നല്ലോ പാസ്സാവേണ്ടിയിരുന്നത്. ആ ബില്ലിനെ പരാജയപ്പെടുത്തിയതോടുകൂടി കോൺഗ്രസ് CPM-ഉം ഇവിടുത്തെ ഇന്ത്യ സഖ്യവും ആരുടെ പക്ഷത്താണ്? ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് കക്ഷികളുടെ പിൻബലത്തിൽ അവരുടെ പിന്നിലാണ് എന്ന് അണിനിരക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇത് തന്നെയാണ് ഇവിടെ ആ ബലവും. ഇസ്ലാമിക ഭീകരവാദ ശക്തികൾ എന്ത് പറയുന്നുവോ അത് നടപ്പിലാക്കുന്നു. ഒരുപക്ഷെ വരാൻ പോകുന്ന ഭീഷണമായ നാളുകളാണ്. അപ്പം ഭരണകൂടം ശക്തമാവുക, ഇവിടെ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള നിയമം പാസ്സാക്കുക, അടിയന്തരമായ നിയമം പാസ്സാക്കുക, ശക്തമായ ഈ നിയമനിർമ്മാണത്തിലൂടെ ഭരണകൂടങ്ങൾ ഇവർക്കെതിരായിട്ടുള്ള രാജ്യദ്രോഹികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ ശക്തമാക്കുക, ഇങ്ങനെയുള്ളവരെ തുറുങ്കിലടയ്ക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഭാരതത്തിൽ ദേശീയ ഗവൺമെൻറ്റിൻ്റെ നില ഭദ്രമാണെന്ന് പറയാമെങ്കിൽ 3/2 ഭൂരിപക്ഷമില്ല. എന്നാണ് അവർക്ക് 3/2 ഭൂരിപക്ഷം കിട്ടുന്നത്? ആ സമയത്ത് മാത്രമേ ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയൂ. ഇപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഇലക്ഷനാണ്. ഞാൻ നേരിട്ട് അനുഭവം അറിയുന്നതാണ്. ഞങ്ങളുടെ പണിസ്ഥലത്തുണ്ടായിരുന്ന ഏകദേശം 40-45ഓളം ബംഗാളി തൊഴിലാളികൾ അവർ വോട്ട് ചെയ്യാൻ പോയിരിക്കുന്നു. അവർക്ക് പലർക്കും അവർ തന്നെ പറഞ്ഞു വോട്ടില്ല, പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മെനഞ്ഞാന്ന് അവർക്ക് ഇൻഫർമേഷൻ വന്നു, പെട്ടെന്ന് ചെല്ലണം. അവരില്ലെന്നല്ല കൂട്ടമായിട്ട് ട്രെയിൻ ടിക്കറ്റ് പോലും ഇല്ലാതെ കള്ളവണ്ടി കയറി പോവുകയാണ്. അപ്പം ബംഗാളിൻ്റെ സ്ഥിതി ഏകദേശം ബംഗാളിൻ്റെ 1% ആളുകൾ ഏകദേശം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 6 ജില്ലകൾ പൂർണ്ണമായി അവരുടെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഒരു ഭാരതത്തിന് നിയമങ്ങൾക്കോ ഭരണകൂടത്തിനോ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവർ വളർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭീഷണവും ഭീകരവുമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നോ മാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇന്ന് എവിടെ ഭീകരവാദികൾ പിടിക്കപ്പെട്ടാലും അതിൻ്റെ വേരുകൾ വന്നെത്തുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ വൈറലായ പെൺകുട്ടി കല്യാണം കഴിക്കാൻ കേരളത്തിലെത്തിയത്. മഹാരാഷ്ട്രക്കാരും ചെറുപ്പക്കാരനും മധ്യപ്രദേശിൽ ജനിച്ച ഈ പെൺകുട്ടി എന്തിനാ കേരളത്തിലെത്തി? ഇവിടെ എല്ലാത്തരം ഭീകരവാദികൾക്കും വളരാനും വികസിക്കുവാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും കഴിയുന്ന ഒരിടം കേരളമാണ്. ഭീകരവാദികളെ അടവച്ച് വിരിയിക്കുന്ന ഒരു ഇൻക്യുബേറ്ററായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ മാറിയിരിക്കുന്നു എന്നതാണ് നാം പഠിക്കേണ്ടത്. അപ്പോൾ ആഗോള ഭീകരവാദത്തെ ശക്തിപ്പെടുത്തുന്ന പല നയങ്ങളും, അതായത് പ്രാഥമികമായി ഭീകരവാദം എങ്ങനെയാണ് ഏതൊക്കെ ആൾക്കാരെ പ്രീതിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവരെ പാട്ടിലാക്കുവാനും വേണ്ടിയിട്ട് സോഫ്റ്റ് ജിഹാദ്, അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ടൈറ്റായിട്ടുള്ള ജിഹാദ്, ഹാർഡ് ജിഹാദ്, ഈ 3 ഭാഗവും നമുക്ക് കേരളത്തിലുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കണക്കാക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടിയുടെ മതം മാറ്റം അതാണ് വയ്ക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പോയ നിമിഷ അതാണ് ശരിവെക്കുന്നത്. വൈറ്റ് കോളർ ജോബ് MBBS പഠിക്കാൻ പോയ കുട്ടിയല്ലേ? ഡോക്ടറാകാൻ പോയ കുട്ടി എങ്ങനെയാണ് ഇപ്പോൾ ആടുമേക്കാൻ വേണ്ടി യമനിലെത്തി? അപ്പോൾ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ യമനിലേക്ക് പോയ ആളുകൾ നോക്കുമ്പോൾ അതെല്ലാം MBBS സ്റ്റുഡൻ്റാണ്, എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ വൈറ്റ് കോളർ ജോബ് ഉണ്ട്, വൈറ്റ് കോളർ ജിഹാദ് ഉണ്ട്. ഇവിടെ ലവ് ജിഹാദിനോടൊപ്പം തന്നെ വൈറ്റ് കോളർ ജിഹാദും ചേർത്ത് വെക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പിടിക്കപ്പെടുന്നതിലധികവും. ഉമർ ഖാലിദിൻ്റെ കാര്യമാണെങ്കിലും ശരി, പിന്നെ നമ്മുടെ പാർലമെന്റ് ആക്രമണത്തിൽ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇവരൊന്നും ചെറിയ മീനുകളല്ല. ഉന്നത കുലജാതരും ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുമാണ്. അപ്പം തലതിരിഞ്ഞ വകതിരിവില്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളിൽ പറഞ്ഞ അലവലാദികളാണ് ഈ ഭീകരവാദം നടത്തുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. ഇന്ന് എല്ലാ തരത്തിലും ഉയർന്ന കുടുംബങ്ങളിലുള്ളവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഭീകരവാദം. അപ്പോൾ ഇവരുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ഇവരെ ഈ ഭീകരവാദത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകാൻ തക്ക പാകത്തിൽ ഭീകരവാദത്തിൻ്റെ ആ കരുത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അബദ്ധത്തിൽ പോയി ചാട്ടുന്നതല്ല, ബോധപൂർവ്വം ഇതേ ലൈനിലേക്ക് പോകുന്നതാണ്. വിദ്യാഭ്യാസമുള്ളവർ അവർ ബോധപൂർവം
ഈ ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് ജിഹാദ് സൃഷ്ടിക്കണമെന്ന് ഉള്ള മനസ്സോടുകൂടി ഇവർ പോകുന്നതാണ്. അതൊരു ചെറിയ കാര്യമില്ല, അതിനെ പ്രതിരോധിച്ചേ മതിയാവും. അതെ, തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരുന്ന തസ്മാത് ജാഗ്രത ജാഗ്രത, അതുകൊണ്ട് ജാഗ്രത ജാഗ്രത എന്ന് മാത്രമേ നമുക്ക് ഈ നിമിഷത്തിൽ പറയുവാൻ പറ്റുന്നുള്ളൂ. ജാഗരൂകമായി ഇരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. എന്തായാലും സമൂഹം ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.